സത്യം കാണാം, സത്യം അറിയാം, എന്നിട്ടും കള്ളം വിശ്വസിക്കുക എന്നതാണ് വിഡ്ഢിത്തം. നമ്മുടെ ചിന്തകളാൽ രൂപപ്പെട്ടവരാണ് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിത്തീരുന്നു. ആളുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അവരെ കൂടെ കൂട്ടാൻ കഠിനമായി ശ്രമിക്കരുത്. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ചില ആളുകൾ വ്യാജ പൂക്കൾ പോലെയാണ്. അവർ അകലെ നിന്ന് മനോഹരമായി കാണപ്പെടുന്നു. പക്ഷേ നിങ്ങൾ അടുത്തു പോകുമ്പോൾ അവ എത്ര ഉപയോഗശൂന്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ആളുകൾ നിങ്ങളെ നിരീക്ഷിക്കുന്നു എന്ന ധാരണയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ നന്നായി പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു. സന്തോഷമായിരിക്കാൻ രണ്ട് വഴികളുണ്ട്. നിങ്ങളുടെ സാഹചര്യം മാറ്റുക, അല്ലെങ്കിൽ ആ സാഹചര്യത്തോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. പുറത്തുനിന്നുള്ള ഒരു ശക്തിയാൽ മുട്ട പൊട്ടിയാൽ ജീവിതം അവസാനിക്കും. അകത്തെ ശക്തിയാൽ പൊട്ടിയാൽ ജീവിതം തുടങ്ങും. മഹത്തായ കാര്യങ്ങൾ എല്ലായ്പ്പോഴും ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളാണ് ഉത്തരവാദി. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എങ്കിൽ നിങ്ങൾ എപ്പോഴും നിരാശയിലായിരിക്കും. ചില സമയങ്ങളിൽ പലതും ഉപേക്ഷിച്ച് മുന്നോട്ടു പോവാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നിങ്ങൾ അവ ഉപേക്ഷിച്ച് മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു അതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സത്യസന്ധരായ ആളുകൾക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. ആളുകൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിനാൽ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം മാറ്റാൻ സമയം കളയരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നയിക്കുകയും സന്തോഷവാനായിരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സ് മാറ്റാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങളുടെ കഴിവും മൂല്യവും നിങ്ങൾക്കറിയില്ലെങ്കിൽ ആരും അത് നിങ്ങൾക്കായി കണക്കാക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് സ്വയം സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരിടത്തും നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ കഴിയില്ല. നിങ്ങളുടെ പാത ദുഷ്കരമാകും തോറും നിങ്ങളുടെ വിജയത്തിന്റെ തോത് ഉയർന്നുകൊണ്ടിരിക്കും. നിങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായതിൽ അഭിമാനിക്കുന്നവർക്കൊപ്പം ജീവിതം പങ്കുവയ്ക്കുക. വിജയമല്ല സന്തോഷത്തിലേക്കുള്ള മാർഗം. എപ്പോഴും സന്തോഷമായിരിക്കുമ്പോൾ വിജയം നമ്മളെ മാടി വിളിക്കും. എല്ലാം ഒരു കാരണത്താലാണ് സംഭവിക്കുന്നത്. ശാന്തത പാലിക്കുക. അതിനെ ചോദ്യം ചെയ്യരുത്. നല്ലതിന് എന്ന് ഉറച്ചു വിശ്വസിക്കുക. ആളുകൾ നിങ്ങളെ വേദനിപ്പിക്കും, എന്നിട്ട് നിങ്ങൾ അവരെ വേദനിപ്പിച്ചതുപോലെ പെരുമാറും. പുരുഷൻ മറ്റൊരു സ്ത്രീയെ സ്വന്തം അമ്മയെ പോലും അമിതമായി പുകഴ്ത്തുന്നത് അവന്റെ ഭാര്യ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഈ ലോകത്തിലെ ഏറ്റവും നല്ല പ്രതികാരം ഓരോ നിമിഷവും നമ്മൾ സ്വയം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുക എന്നതാണ്. വിജയിക്കുന്ന ആളുകളിൽ എപ്പോഴും മായാതെ കാണുന്നത് പുഞ്ചിരിയും മൗനവുമാണ്. നമ്മൾ മറ്റുള്ളവരിലെ നന്മ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ നമ്മളിലെ നന്മയാണ് കണ്ടെത്തുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലത് ആഗ്രഹിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്കും വന്നു ചേരും. ഇത് പ്രകൃതിയുടെ നിയമമാണ്. ജീവിതം ചെറുതാണ്. നിങ്ങളെ ചിരിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുമായി അത് ചിലവഴിക്കുക. നിങ്ങളോട് സത്യസന്ധമായി പെരുമാറാൻ പോലും കഴിയാത്ത ആളുകളിൽ നിന്ന് വിശ്വസ്തത പ്രതീക്ഷിക്കുന്നത് നിർത്തുക. ഒരിക്കലും പഠനം നിർത്തരുത്, കാരണം ജീവിതം ഒരിക്കലും പഠിപ്പിക്കുന്നത് നിർത്തുന്നില്ല. നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഒരു നിയമത്തെ മാനിക്കണം. ഒരിക്കലും നിങ്ങളോട് തന്നെ കള്ളം പറയരുത്. ബധിരർക്ക് കേൾക്കാനും അന്ധർക്ക് കാണാനും കഴിയുന്ന ഭാഷയാണ് ദയ. നിങ്ങളെ ശല്യപ്പെടുത്തുന്നവരിലല്ല, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാര്യങ്ങൾ എളുപ്പമാകുമ്പോൾ നാം വളരുന്നില്ല, വെല്ലുവിളികൾ നേരിടുമ്പോഴാണ് നാം വളരുന്നത്. നിങ്ങൾ ഭൂതകാലത്തിന്റെ തടവുകാരൻ ആകരുത്. തീർത്തും നിങ്ങൾ ഭാവിയുടെ ശില്പിയാകുക. നിരാശ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുക എന്നതാണ്. ഒരു ബുദ്ധിമാനായ പുരുഷൻ അവന്റെ യഥാർത്ഥ വികാരങ്ങളും അക്കൗണ്ടിലെ ബാലൻസും ഒരിക്കലും ഒരു സ്ത്രീയോട് പറയുകയില്ല. എന്തെങ്കിലും മൂല്യമുള്ളതാണെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുക. ഒരിക്കലും ആരെയും അമിതമായി ആശ്രയിക്കരുത്. നിങ്ങളുടെ കണ്ണുനീരിന്റെ വിലയറിയാത്ത ഒരാളെ ഓർത്ത് ഒരിക്കലും കരയരുത്.
ദുർഘടമായ വഴികൾ പലപ്പോഴും മനോഹരമായ സ്ഥലങ്ങളിലേക്ക് നയിക്കുന്നു. ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള എളുപ്പവഴി അത് പരിഹരിക്കുക എന്നതാണ്. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കാൻ ഭയപ്പെടരുത്. നിങ്ങൾക്ക് ഭാവിയിൽ സന്തോഷിക്കണമെങ്കിൽ ഇന്നത്തെ ദിവസം നന്നായി ജീവിക്കുക. നിശബ്ദത വലിയ ശക്തിയുടെ ഉറവിടമാണ്. സ്നേഹബന്ധങ്ങൾ ഒരിക്കലും സ്വാഭാവികമായി നശിക്കുന്നില്ല. ഈഗോ, മനോഭാവം, അജ്ഞത എന്നിവയാൽ കൊല്ലപ്പെടുകയാണ് പതിവ്. ഒരു നിമിഷത്തിന് ഒരു ദിവസത്തെ മാറ്റാൻ കഴിയും. ഒരു ദിവസത്തിന് ഒരു ജീവിതത്തെ തന്നെ മാറ്റാൻ കഴിയും. ഒരു ജീവിതത്തിന് ലോകത്തെയും മാറ്റാൻ കഴിയും. നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് പറയാൻ പോകുന്നത് ശരിയാണോ, ഇപ്പോൾ പറയേണ്ടതുണ്ടോ എന്നിങ്ങനെ സ്വയം ചോദിക്കുക. അന്യരുടെ രഹസ്യങ്ങൾ പറഞ്ഞു നടക്കുന്നവർ ചിതൽപുറ്റിനകത്ത് പെട്ടുപോയ പാമ്പിനെ പോലെ സ്വയം നശിച്ചു പോകുന്നു. നാം കളിമണ്ണിനെ ഒരു പാത്രമാക്കി മാറ്റുന്നു, എന്നാൽ അതിനുള്ളിലെ ശൂന്യതയാണ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉൾക്കൊള്ളുന്നത്. ആസൂത്രണമില്ലാതെ പണം അമിതമായി ചെലവഴിക്കുന്നത് ശക്തനായ എതിരാളിയെ പ്രകോപിപ്പിക്കുന്നു. എല്ലാത്തരം സ്ത്രീകളുമായി ബന്ധം ആഗ്രഹിക്കുന്ന ഒരാൾ തീർച്ചയായും പെട്ടെന്നുള്ള നാശം നേരിടും. വായിക്കാത്ത മനുഷ്യന് വായിക്കാൻ അറിയാത്ത മനുഷ്യനേക്കാളും മൂല്യം കുറവാണ്. ഭയത്തിനെതിരായ പ്രതിരോധമാണ് ധൈര്യം. നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്നതിലൂടെയാകട്ടെ. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. എല്ലാം ക്ഷമിക്കുക, ആത്മാർത്ഥമായി സ്നേഹിക്കുക. നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഭയപ്പെടാൻ തുടങ്ങിയാൽ അതിനേ സമയമുണ്ടാകൂ. സംസാരിക്കുന്നതിനു പകരം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒന്നാണ് ജ്ഞാനം. ആത്മാഭിമാനം കൂടാതെ ഒരു മനുഷ്യന് സന്തോഷവാനായിരിക്കാൻ കഴിയില്ല. ആയിരക്കണക്കിന് മൈൽ ദൂരമുള്ള ഒരു യാത്ര ആരംഭിക്കുന്നത് ഒരൊറ്റ ചെറു ചുവടുവെപ്പിൽ നിന്നുമാണ്.